യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാം വാക്യം. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുന്ന ഭാഗത്തെ 3 ആത്മീക സന്ദേശങ്ങളാണ് ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്നത്. നിന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങിപ്പോകും. അരുതാത്ത ഭാരം മനുഷ്യ ജീവിതത്തിൽ കടത്തിവിട്ട് വഹിക്കാൻ കഴിയാത്ത ചുമടെടുക്കുന്ന ധാരാളം പേരെ പരിശുദ്ധാത്മാവ് കാണുക. ഇനിയും നിന്റെ തോളിൽ ആ ചുമട് വേണ്ട. ആ ചുമട് നിന്റെ മേൽ നിന്ന് ദൈവം നീക്കിക്കളയാൻ പോകുന്നു. സങ്കീർത്തനത്തിന്റെ വാക്യമുണ്ട്, നിന്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിയും. ഈ ദിവസങ്ങളിൽ നീ ചുമക്കുന്ന ഭാരം, അകാരണമായ ഭാരം മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ദണ്ഡിപ്പിക്കുന്ന പൈശാചിക കുതന്ത്രങ്ങളുണ്ട്. പ്രവാചകൻ പറയുക, ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോവാ. അമിതമായ ഭാരം. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പരിശുദ്ധാത്മ നിയോഗിതനായി ദൈവത്തിന്റെ വായായി പറയുന്ന ഒരു ഭാഗമുണ്ട്, നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക. ഒരു മനുഷ്യന് ഭാരമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മേലിടണം. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, നിന്റെ ഭാരവുമായിട്ട് എന്റെ അടുക്കൽ വന്ന് നീ ആശ്വാസം പ്രാപിച്ചു പോകണം. എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു, സകല ഭാരവും നീയായിട്ട് വിടണം. ആരെങ്കിലും ഭാരം കൊണ്ട് നടക്കുന്നെങ്കിൽ ഒന്നിലത് ദൈവകരത്തിൽ കൊടുക്കണം, അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിക്കണം, അല്ലെങ്കിൽ നീയായിട്ട് ആ ഭാരത്തെ വിടണം. എന്നിട്ട് അടുത്ത ഭാഗം എഴുതിയിരിക്കുക, അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോ. അപ്പൊ 1 ഭാരം നീങ്ങും, 2 നുകങ്ങൾ നീങ്ങും. അടുത്ത വചനമാ പുഷ്ടി നിമിത്തം, അതായത് അഭിഷേകം നിമിത്തം നുകം തകർന്നു പോകും. ഇനി ആ നുകം നിന്റെ മേൽ വേണ്ട, ഇനി ആ ഭാരം നിന്റെ മേൽ വേണ്ട. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ ആ നുകങ്ങൾ തകർക്കും. നുക കൈകളെ ഒടിച്ചു നിവർത്തി നടത്തിയെന്ന് ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലെ വചനത്തിലുണ്ട്. ഈ ദിവസങ്ങളിൽ നീ നിവർന്നു നടക്കണം. അഭിഷേകം നുകത്തെ തകർക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അകാരണ ഭാരം മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ദണ്ഡിപ്പിക്കുന്ന ഭാരങ്ങളെ, ചുമടുകളെ നീക്കുന്ന ദൈവമേ, നുകങ്ങളെ നീക്കുന്ന ദൈവമേ, അഭിഷേകത്തിന് മുമ്പിൽ നുകങ്ങളെ ഉടച്ചു മാറ്റുന്ന ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ ഭാരം നീങ്ങാൻ സമയമായി, നിന്റെ നുകം നീങ്ങുവാൻ സമയമായി, അഭിഷേകത്തിന്റെ മുമ്പിൽ നുകങ്ങൾ തകരാൻ സമയമായി. God bless you.